ഹലോ ഫ്രണ്ട്സ്, എം ജി ബിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ എൻ്റെ ഐഫോൺ 15 പ്രോ അതുപോലെ തന്നെ S23 ഒക്കെ ചാർജ് ചെയ്തിരുന്നത് ഈ ഒരു ചാർജർ കൊണ്ടാണ്. ഇതൊരു 30 വാട്ട് ചാർജറാണ്. ബെൽക്കിൻ്റെ ഒരു പ്രൊഡക്റ്റാണ്. അത്യാവശ്യം നല്ല രീതിയിലുള്ള ക്വാളിറ്റിയുള്ള പ്രൊഡക്ട്സ് തന്നെയാണ് ബെൽക്കിൻ്റേതായിട്ട് വരുന്നത്. ഈവൻ ആപ്പിൾ തന്നെ റെക്കമെൻഡ് ചെയ്യുന്ന പ്രൊഡക്ട്സാണ് ബെൽക്കിൻ്റേതായിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു ചാർജർ ഉപയോഗിച്ചുകൊണ്ട് എൻ്റെ S23 ചാർജ് ചെയ്യുമ്പോഴത്തേക്കും ഏകദേശം 1 hour 20 minutes ഒക്കെയാണ് എടുത്തിരുന്നത്. അപ്പോൾ ഞാൻ എൻ്റെ S25 അൾട്ര വാങ്ങിയപ്പോഴും ഈ ഒരു ചാർജർ ഉപയോഗിച്ച് ചാർജ് ചെയ്ത് നോക്കി. പക്ഷേ ഏകദേശം 2 hours ടൈം എടുക്കുന്നുണ്ട് ഈ ഒരു ചാർജർ ഉപയോഗിച്ചുകൊണ്ട് ചാർജ് ചെയ്യുന്നതിനായിട്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ആലോചിച്ചു മറ്റൊരു ചാർജർ പർച്ചേസ് ചെയ്ത് നോക്കാമെന്ന്. S25 അൾട്ര 45 വാട്ട് ചാർജിങ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ മറ്റു പലരുടെയും വീഡിയോസ് ചെക്ക് ചെയ്തപ്പോഴത്തേക്കും ഈ ഒരു 45 വാട്ട് ചാർജർ ഉപയോഗിക്കുമ്പോഴത്തേക്കും ഇതിൻ്റെ കൂടെ വരുന്നത് 5 ആംപിയർ കേബിളാണെന്നുള്ളത് കണ്ടു. പലരുടെയും ചാർജിങ് ടെസ്റ്റിൽ 1% to 100% വരെയൊക്കെ കംപ്ലീറ്റ് ആവുന്നതിന് അറൗണ്ട് 1 hour ടൈം എടുക്കുന്നതായിട്ട് നോട്ടീസ് ചെയ്തത്. അപ്പോൾ ആ ഒരു 45 വാട്ട് ചാർജർ തന്നെ ഞാൻ വാങ്ങി. അതിലുപയോഗിച്ചിരിക്കുന്നത് സാംസങ്ങിൻ്റെ തന്നെ സൂപ്പർ ഫാസ്റ്റ് ചാർജിങ് 2.0 ടെക്നോളജിയാണ്. അപ്പോൾ ആ ഒരു 45 വാട്ട് ചാർജറിൻ്റെ അൺബോക്സിങ്ങും അതുപോലെ തന്നെ ടെസ്റ്റിംഗ് ഒക്കെയാണ് ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. എത്രയും പെട്ടെന്ന് തന്നെ നമുക്ക് ആ ഒരു ബോക്സ് ഓപ്പൺ ചെയ്തിട്ട് നമുക്ക് പെട്ടെന്ന് തന്നെ ആ ഒരു ടെസ്റ്റിംഗ് നടത്തി എങ്ങനെയുണ്ട് ഇതിൻ്റെ പെർഫോമൻസ് എന്നൊക്കെ നമുക്കൊന്ന് ചെക്ക് ചെയ്യാം. 45 വാട്ട് ചാർജറിൻ്റെ ഡിഫറെൻറ്റ് വേർഷൻസ് അല്ലെങ്കിൽ മോഡൽസ് മാർക്കറ്റിൽ അവൈലബിൾ ആണ്. അതുകൊണ്ട് തന്നെ സാംസങ്ങിൻ്റെ വെബ്സൈറ്റിൽ നിന്ന് ഡയറക്റ്റ് ആയിട്ട് തന്നെയാണ് ഞാൻ ഓർഡർ ചെയ്തത്. ലേറ്റസ്റ്റ് ആയിട്ടുള്ള മോഡൽ അല്ലെങ്കിൽ വേർഷൻ കിട്ടട്ടെ എന്നുള്ള ഒരു പ്രതീക്ഷയിൽ തന്നെയാണ് അങ്ങനെ ഓർഡർ ചെയ്തത്. അപ്പോൾ ഈ ഒരു മോഡൽ അപ്ഡേറ്റ് കൊണ്ട് എന്തെങ്കിലും ഒരു ടെക്നോളജിക്കൽ ഇമ്പ്രൂവ്മെൻറ്റ് സാംസങ് കൊണ്ടുവന്നിട്ടുണ്ടെന്നുള്ള ഒരു പ്രതീക്ഷ തന്നെയാണ് ഉള്ളത്. നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും നല്ല ക്വാളിറ്റിയുള്ള ഒരു പാക്കിങ്ങിൽ തന്നെയാണ് ഈ ഒരു ചാർജർ വന്നിരിക്കുന്നത്. സാംസങ് ബ്രാൻഡിങ് കാണാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ ചാർജറിൻ്റെ ഇമേജ് അതുപോലെ തന്നെ കേബിളിൻ്റെ ഇമേജൊക്കെ കൊടുത്തിട്ടുണ്ട്. 45 വാട്ട് പവർ അഡാപ്റ്റർ എന്നുള്ളത് മെൻഷൻ ചെയ്തിട്ടുണ്ട്. ഇനി പിൻവശത്തേക്ക് നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിൽ സൂപ്പർ ഫാസ്റ്റ് ചാർജിങ് 2.0 അതുപോലെ തന്നെ PD 3.0 PPS മാക്സിമം 45 വാട്ട് ഇതൊക്കെ മെൻഷൻ ചെയ്തിട്ടുണ്ട്. അതുപോലെ ലോ സ്റ്റാൻഡ് ബൈ പവറാണ് ഇതിൻ്റെ ഒരു പ്രത്യേകതയായിട്ടുള്ളത്. ലോ സ്റ്റാൻഡ് ബൈ പവർ ആണെന്നുള്ളതാണ്. ലെസ് ദാൻ 5 മില്ലി വാട്ടാണ് ലോ സ്റ്റാൻഡ് ബൈ പവർ. അതുപോലെ തന്നെ കോമ്പാക്റ്റ് ആയിട്ടുള്ളൊരു ഡിസൈനാണ്. GaN ടെക്നോളജി യൂസ് ചെയ്തുകൊണ്ടുള്ള ഒരു ചാർജറാണ്. അതൊക്കെ ഈ ഒരു ബോക്സിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട്. പിന്നീട് കാണാനായിട്ട് സാധിക്കുന്നത് ഇതിൽ മന്ത് ആൻഡ് ഇയർ ഓഫ് മാനുഫാക്ചർ അതുപോലെ തന്നെ മെയ്ഡ് ഇൻ വിയറ്റ്നാം എന്നുള്ളതൊക്കെ ഇതിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട്. ബോക്സിനകത്തായിട്ട് ചാർജർ ബ്രിക്ക് അല്ലെങ്കിൽ ഒരു പവർ അഡാപ്റ്റർ കാണാനായിട്ട് സാധിക്കും. പവർ അഡാപ്റ്റർ ഒരു പേപ്പറിൽ റാപ്പ് ചെയ്തിട്ടാണ് നൽകിയിരിക്കുന്നത്. അതുപോലെ തന്നെ 2 എൻഡിലും USB Type-C വരുന്ന ഒരു ചാർജിങ് കേബിളും നൽകിയിട്ടുണ്ട്. ചാർജിങ് കേബിൾ വളരെ ഭംഗിയായിട്ട് തന്നെ റോൾ ചെയ്ത് വെച്ചിരിക്കുന്നു. S25 അൾട്രയുടെ ബോക്സിൽ വരുന്ന രീതിയിലുള്ള 3 ആംപിയർ കേബിളല്ല. ഇത് കുറച്ചുകൂടി ക്വാളിറ്റിയുള്ള അല്ലെങ്കിൽ തിക്നെസ് ഒക്കെ ഉള്ള ഒരു കേബിളാണ്. കേബിളിന് 5 ആംപിയർ റേറ്റിംഗ് ഉണ്ട്. അത്യാവശ്യം വണ്ണം ഉള്ള ഒരു കേബിൾ തന്നെയാണ്. പാക്കിൽ എഴുതിയിരിക്കുന്ന അനുസരിച്ച് 1.8 മീറ്റർ ലെങ്ത്ത് വരുന്നുണ്ട്. ചാർജിങ് ബ്രിക്കിലേക്ക് നോക്കുമ്പോൾ അത്യാവശ്യം കോമ്പാക്റ്റ് ആയിട്ടുള്ള ഒരു സൈസായിട്ടാണ് തോന്നുന്നത്. വളരെ നല്ല ബിൽഡ് ക്വാളിറ്റിയുള്ള ഒരു ചാർജർ തന്നെയാണ്. വെയിറ്റ് ഫീൽ ചെയ്യുന്നുണ്ട്. പേപ്പർ റാപ്പ് റിമൂവ് ചെയ്യുമ്പോഴത്തേക്കും സാംസങ് ബ്രാൻഡിങ് കാണാനായിട്ട് സാധിക്കും. സൂപ്പർ ഫാസ്റ്റ് ചാർജിങ് 2.0 എന്നൊക്കെ എഴുതിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഇൻപുട്ട് ഔട്ട്പുട്ട് പവർ റേറ്റിംഗ് അതുപോലെ സീരിയൽ നമ്പറൊക്കെ കാണാനായിട്ട് സാധിക്കും. അവസാനമായിട്ട് ബോക്സിൽ കൊടുത്തിരിക്കുന്നത് ഒരു പേപ്പർ വർക്കാണ്. വിവിധ ഭാഷകളിൽ സേഫ്റ്റി ഇൻസ്ട്രക്ഷൻസ് വിവരിച്ചുകൊണ്ടുള്ള ഒരു സിംഗിൾ ഷീറ്റ് പേപ്പറാണ്. ഇനിയൊരു ചാർജിങ് ടെസ്റ്റാണ്. ഈ ഒരു 45 വാട്ട് ചാർജറും അതിനൊപ്പം വന്നിട്ടുള്ള 5 ആംപിയർ കേബിൾ ഉപയോഗിച്ചുകൊണ്ട് S25 അൾട്ര ഒരു ബിലോ 10% ചാർജിൽ നിന്നും 100% ആകുന്നവരേക്കും
എത്ര ടൈം എടുക്കുമെന്നുള്ളത് ചെക്ക് ചെയ്ത് നോക്കാം. S25 അൾട്രയുടെ ആ ഒരു ചാർജിങ് കേബിൾ വന്നിരിക്കുന്നത് 3 ആംപിയർ റേറ്റിംഗ് ആണെന്നുള്ളത് ഞാൻ സൂചിപ്പിച്ചിരുന്നു. അപ്പോൾ ഈ ഒരു 45 വാട്ട് ചാർജറിൻ്റെ കൂടെ വന്നിരിക്കുന്ന കേബിളിൻ്റെ റേറ്റിംഗ് എന്താണെന്നുള്ളത് നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഇതിൽ ഈ ഒരു കേബിളിൽ തന്നെ 5 ആംപിയർ എന്നുള്ളത് റേറ്റിംഗ് ആയിട്ട് നൽകിയിട്ടുണ്ട്, നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. ഗാലക്സി S25 അൾട്രയിൽ സൂപ്പർ ഫാസ്റ്റ് ചാർജിങ് നടക്കുന്നതിനായിട്ട് സെറ്റിങ്സിൽ ചെറിയ ചേഞ്ചസ് ഒക്കെ വരുത്തേണ്ടതായിട്ടുണ്ട്. സെറ്റിങ്സിൽ ഫാസ്റ്റ് ചാർജിങ് ഓൺ ചെയ്യണം. അതുപോലെ തന്നെ 100% ചാർജിലേക്ക് പെട്ടെന്ന് തന്നെ എത്തുന്നതിനായിട്ട് ബാറ്ററി പ്രൊട്ടക്ഷനും ഓഫ് ചെയ്യണം. S25 അൾട്രയുടെ ഡിസ്പ്ലേയിൽ ടൈം, ഡേറ്റ്, അതുപോലെ ബാറ്ററി പെർസെൻറ്റേജ് ഒക്കെ കാണിക്കുന്നുണ്ട്. ബാറ്ററി പെർസെൻറ്റേജ് 1% ആണ്. ഞാനിപ്പോൾ ഈ ചാർജർ പ്ലഗ് ഇൻ ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ ഇതിൽ ഇപ്പോൾ സൂപ്പർ ഫാസ്റ്റ് ചാർജിങ് 2.0 എന്നുള്ളത് എഴുതി കാണിക്കുന്നുണ്ട്. 1 hour 9 minute ആണ് ഫുൾ ആവാനുള്ള ടൈം എന്നാണ് ഇപ്പോൾ ഇതിൽ കാണിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു സൂപ്പർ ഫാസ്റ്റ് ചാർജിങ് 2.0 എന്ന് എഴുതി കാണിച്ചത് കൊണ്ട് തന്നെ ഈ ഒരു ചാർജർ ഈ ഒരു ഫോണിന് കോമ്പാറ്റബിൾ ആണെന്ന് തന്നെ പറയാം. ഇനി തൊട്ടടുത്തായിട്ട് ഒരു iPhone 15 Pro കൂടി വെച്ചിട്ടുണ്ട്. അതിലും ടൈമും ഡേറ്റൊക്കെ സെയിം തന്നെയാണ്. ടൈം കാണിക്കുന്നത് 10:11 ആണ്. ഇപ്പോഴും ബാറ്ററി പെർസെൻറ്റേജ് 1% ആണ് കാണിക്കുന്നത്. 1 hour 9 minute ആണ് ഫുൾ ആവാനുള്ള ടൈമായിട്ട് ആ ഒരു S25 അൾട്രയിൽ എഴുതി കാണിക്കുന്നത്. നമ്മൾ ഓരോ 15 മിനിറ്റ്സ് കൂടുമ്പോഴത്തേക്കും ഇതിൻ്റെ ബാറ്ററി പെർസെൻറ്റേജും അതുപോലെ തന്നെ കംപ്ലീറ്റ് ആവാനുള്ള ടൈമൊക്കെ ചെക്ക് ചെയ്യാനായിട്ടാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഈ ഒരു ഡിസ്പ്ലേയിൽ ഇപ്പോൾ ടൈം കാണിക്കുന്നത് 10:24 ആണ്. 10:26 ആകുമ്പോഴത്തേക്ക് 15 മിനിറ്റ്സ് ആവും. അപ്പോൾ ആ സമയത്തുള്ള വാല്യൂ നമുക്ക് ചെക്ക് ചെയ്യാം. ഇപ്പോൾ ഇതിൽ കാണിക്കുന്നത് 20% ആണ്. അതുപോലെ തന്നെ 1 hour അണ്ടിൽ ഫുൾ എന്നുള്ള രീതിയിലും ഒരു നോട്ടിഫിക്കേഷൻ കാണാം. ഇപ്പോൾ സമയം 10:26 ആണ് ഡിസ്പ്ലേയിൽ കാണിക്കുന്നത്. അതുപോലെ തന്നെ ബാറ്ററി പെർസെൻറ്റേജ് 23% ആണ് കാണിക്കുന്നത്. അതുപോലെ തന്നെ റിമൈനിങ് ടൈം കാണിക്കുന്നത് 59 മിനിറ്റ്സ് ആണ് അണ്ടിൽ ഫുൾ എന്നുള്ള രീതിയിൽ നോട്ടിഫിക്കേഷനിൽ. അപ്പോൾ ഇനി നെക്സ്റ്റ് 15 മിനിറ്റ്സിൽ നമുക്ക് ഈ ബാറ്ററി പെർസെൻറ്റേജ് ചെക്ക് ചെയ്യാം. ഇപ്പോൾ 30 മിനിറ്റ് കഴിഞ്ഞിരിക്കുന്നു. 10:41 30 മിനിറ്റ് കഴിഞ്ഞത്. ഇപ്പോൾ ഡിസ്പ്ലേയിൽ കാണിക്കുന്നത് 10:43 ആണ്. ബാറ്ററി പെർസെൻറ്റേജ് കാണിക്കുന്നത് 41% ആണ്. അതുപോലെ തന്നെ 50 മിനിറ്റ്സ് ആണ് അണ്ടിൽ ഫുൾ എന്നുള്ള രീതിയിൽ ബാലൻസ് ചാർജിങ് ടൈം കാണിക്കുന്നത്. അപ്പോൾ കുറച്ച് സ്ലോ ആയിട്ടുള്ള ഒരു ചാർജിങ് ആയിട്ടാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ നമുക്ക് വെയിറ്റ് ചെയ്ത് നോക്കാം. നാൽപ്പത്തഞ്ച് മിനിറ്റിന് ശേഷമുള്ള ബാറ്ററി പെർസെൻറ്റേജ് ചെക്ക് ചെയ്യാം. 55% ആണ് കാണിക്കുന്നത്. അതുപോലെ തന്നെ ബാറ്ററി ചാർജിങ് റിമൈനിങ് ടൈം കാണിക്കുന്നത് 44 മിനിറ്റ്സ് അണ്ടിൽ ഫുൾ എന്നുള്ളതാണ്. സമയം 10:56 ആണ്. വളരെ സ്ലോ ആയിട്ടുള്ള ഒരു ചാർജിങ് ആയിട്ടാണ് ഈ ഒരു 45 വാട്ടിൻ്റെ ചാർജർ ഉപയോഗിച്ചിട്ടും എനിക്ക് തോന്നുന്നത്. അപ്പോൾ നമുക്ക് ഒന്നുകൂടി വെയിറ്റ് ചെയ്ത് നോക്കാം. ഒരു മണിക്കൂറിന് ശേഷമുള്ള ബാറ്ററി പെർസെൻറ്റേജ് ചെക്ക് ചെയ്യാം. സമയം 11:11 ആണ്. അതുപോലെ തന്നെ ബാറ്ററി പെർസെൻറ്റേജ് കാണിക്കുന്നത് 71% ആണ്. 36 മിനിറ്റ്സ് അണ്ടിൽ ഫുൾ എന്നുള്ളതാണ് കാണിക്കുന്നത്. അപ്പോൾ ഇത് സിമിലർ ആയിട്ടുള്ള ഒരു ചാർജിങ് പാറ്റേൺ ആയിട്ട് നമുക്ക് കരുതാനായിട്ട് സാധിക്കില്ല. വളരെ സ്ലോ ആയിട്ടുള്ള ഒരു ചാർജിങ് പാറ്റേൺ ആണ് മറ്റ് വീഡിയോകളിലുള്ള ആ ഒരു ചാർജിങ് ആയിട്ട് കമ്പയർ ചെയ്യുമ്പോഴത്തേക്ക് എനിക്ക് തോന്നുന്നത്. ഒരു മണിക്കൂർ 15 മിനിറ്റിന് ശേഷം സമയം 11:26 ആയപ്പോഴത്തേക്കും വളരെ പരിതാപകരമായ ഒരു സ്ഥിതിയിൽ തന്നെയാണ് ചാർജിങ്. 88% മാത്രമാണ് ബാറ്ററി കാണിക്കുന്നത്. അതുപോലെ തന്നെ 27 മിനിറ്റ്സ് റിമൈനിങ് ആയിട്ട് കാണിക്കുന്നുമുണ്ട്. വളരെ മോശമായിട്ടുള്ളൊരു ചാർജിങ് പാറ്റേൺ ആണ് ഇതിലിപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ആളുകൾ സാംസങ്ങിൻ്റെ ഡിസ്കഷൻ ഫോറങ്ങളിലും അതുപോലെ തന്നെ റെഡിറ്റ് പോലുള്ള സൈറ്റുകളിലൊക്കെ കംപ്ലയിൻറ്റ്സ് റേസ് ചെയ്യുന്നുണ്ട്. വലിയ രീതിയിലുള്ള ഡിസ്കഷൻസ് പോയിക്കൊണ്ടിരിക്കുന്നു. പല ഓൺലൈൻ മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഇടയ്ക്ക് നമ്മളുടെ സാംസങ് ഇറ്റലി ഇത് അക്നോളജ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അവർ പറയുന്നത് 5 ആംപിയർ കേബിളിന് പകരം 3 ആംപിയർ കേബിൾ, അതായത് നമ്മളുടെ ബോക്സിൽ വന്ന, അതായത് നമ്മളുടെ സാംസങ് S25 അൾട്രയുടെ ബോക്സിൽ വന്ന ആ ഒരു ചാർജറിൻ്റെ കേബിൾ തന്നെ ഉപയോഗിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ
ഈ ഒരു പ്രശ്നം പരിഹരിക്കാം എന്നുള്ള രീതിയിലാണ് അവർ പറയുന്നതെന്നാണ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ ഈ ഒരു പ്രശ്നം ഒരു അപ്ഡേറ്റ് കൊണ്ട് സോൾവ് ചെയ്യാനാകും എന്നുള്ള രീതിയിലും അവർ പ്രതികരിച്ചതായിട്ട് റിപ്പോർട്ട്സ് കാണുന്നു. എന്തൊക്കെയായാലും ഇത് വളരെ മോശമായിട്ടുള്ളൊരു കാര്യം തന്നെയാണെന്നേ പറയാനായിട്ട് സാധിക്കുകയുള്ളൂ. പല ബ്രാൻഡ്സും അവരുടെ ഫോൺ മോഡൽ വാങ്ങുമ്പോൾ തന്നെ ചാർജറൊക്കെ ഉൾക്കൊള്ളിച്ചുകൊണ്ടാണ് കൊടുക്കുന്നത്. ഷവോമി, വൺ പ്ലസ് ഒക്കെ എക്സാമ്പിളായിട്ട് പറയാൻ സാധിക്കും. അതുപോലെ തന്നെ വളരെയധികം ചാർജിങ് സ്പീഡും അതുപോലെ തന്നെ ഇമ്പ്രൂവ് ആയിട്ടുള്ള കപ്പാസിറ്റിയുള്ള ബാറ്ററി എല്ലാം അവരുടെ മോഡൽസ് ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്. സാംസങ് സെപ്പറേറ്റ് ആയിട്ട് ഇങ്ങനെ ചാർജർ സെല്ല് ചെയ്തിട്ട് പോലും കറക്റ്റായിട്ടുള്ള ചാർജിങ് സ്പീഡ് എൻഷുർ ചെയ്യാനായിട്ട് അവർക്ക് സാധിക്കുന്നില്ല എന്നുള്ളത് വളരെ മോശമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. അപ്പോൾ എത്രയും പെട്ടെന്ന് തന്നെ സാംസങ് ഇത് ക്ലിയർ ചെയ്യുമെന്ന് വിചാരിക്കുന്നു. 1.5 മണിക്കൂറിന് ശേഷം 11:41 ആകുമ്പോഴത്തേക്കും ഇപ്പോൾ ചാർജിങ്ങിൻ്റെ അവസ്ഥ എന്താണെന്നുള്ളത് നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. 11:41 ആയപ്പോഴത്തേക്കും ഇപ്പോൾ ബാറ്ററി പെർസെൻറ്റേജ് കാണിക്കുന്നത് 97% ആണ്. അതുപോലെ തന്നെ റിമൈനിങ് ചാർജിങ് ടൈം കാണിക്കുന്നത് 7 മിനിറ്റ്സ് ആണ്. അപ്പോൾ എന്തായിരുന്നാലും 1.5 മണിക്കൂറിന് മേലെ തന്നെ ഈ ഒരു ചാർജിങ് ടൈം പോകുന്നുണ്ട്. നമുക്ക് ഒന്നും കൂടി വെയിറ്റ് ചെയ്യാം. ഇത് 100% ആവുന്നവരെ വെയിറ്റ് ചെയ്ത് നോക്കാം. അപ്പോൾ 11:48 ആയപ്പോഴത്തേക്കും ഫൈനലി ഈ ഒരു ചാർജിങ് 100% കംപ്ലീറ്റ് ആയിട്ടുണ്ട്. നമ്മൾക്ക് ഈ ഒരു ഡിസ്പ്ലേയിൽ 100% ഫുള്ളി ചാർജ്ഡ് എന്നുള്ളത് കാണാനായിട്ട് സാധിക്കും. ഇപ്പോൾ ടൈം ഡിസ്പ്ലേയിൽ കാണിക്കുന്നത് 11:49 ആണ്. ഏകദേശം ടൈം 1 hour 37 minutes ആണ് ചാർജ് ചെയ്യുന്നതിനായിട്ട് എടുത്തത്. വളരെ സ്ലോ ആയിട്ടുള്ള ഒരു ചാർജിങ് ആണ് ഈ ഒരു 45 വാട്ട് ചാർജർ ഉപയോഗിക്കുമ്പോഴത്തേക്കും എനിക്ക് അനുഭവപ്പെട്ടത്. ഈ ഒരു S25 അൾട്രയിലുള്ള ഈ ഒരു ഇഷ്യൂ എത്രയും പെട്ടെന്ന് തന്നെ സാംസങ് സോൾവ് ചെയ്യുമെന്ന് തന്നെയാണ് വിചാരിക്കുന്നത്. ഈ ഒരു ചാർജറും അതുപോലെ തന്നെ കേബിളെല്ലാം സപ്ലൈ ചെയ്യുന്നത് സാംസങ് തന്നെയാണ്. അപ്പോൾ അവരുടെ ആ ഒരു പ്രൊഡക്റ്റിൻ്റെ ക്വാളിറ്റി അതുപോലെ തന്നെ ഈ ഒരു ചാർജിങ്ങുള്ള സ്പീഡെല്ലാം എൻഷുർ ചെയ്യേണ്ടത് അവരുടെ ബാധ്യത തന്നെയാണ്. അപ്പോൾ എത്രയും പെട്ടെന്ന് തന്നെ സൊല്യൂഷനായിട്ടും അപ്ഡേറ്റ് ഒക്കെ ആയിട്ട് സാംസങ് വരുമെന്ന് തന്നെ വിചാരിക്കുന്നു. അപ്പോൾ എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഉപകാരപ്പെട്ടു, ഇഷ്ടപ്പെട്ടു എന്നൊക്കെ വിചാരിക്കുന്നു. എല്ലാവരുടെയും സപ്പോർട്ട് പ്രതീക്ഷിച്ചുകൊണ്ട് താങ്ക് യു ഓൾ.